ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ എപ്പിസോഡ് ഉണ്ട് കേട്ടോ. ആറ് മണിക്ക് തന്നെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തിലാണ്. കാരണം കല്യാണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കാർത്തികൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ടെൻഷനിലാണ് പ്രകാശൻ കല്യാണിയുടെ കാർത്തികത്തെ പറയേണ്ടത്, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിക്രം പരോളിൽ ഇറങ്ങി വരുന്നതെന്നുണ്ടെങ്കിൽ അവൻ്റെ അവസാന പരോളായിരിക്കും ഇത്. അവന് തിരിച്ച് ജയിലിലേക്ക് പോവില്ല. ഞാൻ അവനെ കൊല വിളിക്കും, അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട് ഞാൻ ചാകും, അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയണം. അതേസമയം നമ്മുടെ മരിയാണെങ്കിൽ കിരണിനെ വന്ന് കാണുന്നുണ്ട് ഓഫീസിൽ. എന്നിട്ട് പറഞ്ഞിട്ട് മറ്റന്നാൾ ഞാൻ എൻ്റെ വുഡ്ബി ആയിട്ട് അമേരിക്കയിൽ പോവാണ്, ഞാനിവിടെ 12 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ നല്ലൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കിരണും കല്യാണിയും കൂടിയിട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ ഒന്ന് വരണമെന്ന് പറയാണ്. കിരൺ പറഞ്ഞിട്ട് അതിനെന്താ മേഡം, ഞങ്ങൾ നാളെ തന്നെ വരാം. പെട്ടെന്ന് ചടപടെന്ന് മേഡം പോയി കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, നിങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയാൽ മതി. ഞാനും വുഡ്ബിയും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പോഴേക്കും അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആയിക്കോട്ടെ മേഡം. അപ്പൊ നാളെ മേഡം സ്പോട്ട് കാണിക്കാൻ വേണ്ടി ഞാനും വൈഫ് വരാം അല്ലേ? അതെ, ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഞാനിവിടെ ഒരു വലിയൊരു ഹോട്ടലിലാണ് നിൽക്കുന്നത്, അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, കൂടെ എൻ്റെ വുഡ്ബിനെയും കൊണ്ടുവരാലോ. ശരി മേഡം, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ കിരൺ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാല് ഓർഡറുകൾ പെട്ടെന്ന് വരുന്നുണ്ടല്ലോ എന്നാ കാണിച്ച കിരൺ ഭയങ്കര സന്തോഷത്തിലായിട്ട്. പക്ഷെ കിരൺ അറിഞ്ഞൂടാ ഈ പിന്നെ വുഡ്ബി മനോഹറാണെന്ന്. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ കല്യാണി എടുത്ത് വീട്ടിൽ വന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞിട്ട്, കല്യാണി ഇന്ന് നമുക്ക് 2 ഓർഡറാണ് കിട്ടിയത്, അതിലൊരു ഓർഡർ നമുക്ക് നാളെ തന്നെ പോയി നോക്കണമെന്ന് പറയാണ്. അതെന്താ കിരണിട്ടാ നാളെ തന്നെ, നമ്മളങ്ങനെ പിറ്റേ ദിവസം പോയി നോക്കാറില്ലല്ലോ. അത് ആ മേഡം മറ്റന്നാൾ അമേരിക്കയിൽ പോവാണ് വുഡ്ബി ആയിട്ട്, അപ്പൊ നാളെ പോയിട്ട് പ്ലോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു വെക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഓ അങ്ങനെയാണോ, ശരി എങ്കിൽ നമുക്ക് നാളെ പോകാം എന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ട് തിരിച്ച് കല്യാണിയുടെയും കിരണിന്റെ വീട്ടിലേക്ക് വരുന്നില്ല കേട്ടോ. നേരെ പോണത് നമ്മുടെ രാഹുൽ നിന്നിരുന്ന ആ വീടുണ്ടല്ലോ, അവിടേക്ക് തന്നെയാണ് പ്രകാശൻ പോകാൻ വേണ്ടി പോകുമ്പോൾ വഴിയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ അമ്മൂമ്മേനെ കാണുന്നുണ്ട്. അമ്മൂമ്മ പറയുന്നുണ്ട്, എടാ പ്രകാശ, നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നിന്റെ പെമ്മക്കളാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ നിന്നെ മനഃപൂർവ്വം കാണാൻ വരാത്തതാടാ. എന്താണെന്നറിയാമോ, നിന്റെ അഭിനയം കാണാൻ എനിക്ക് വയ്യട പ്രകാശ. അമ്മേ ഞാൻ അഭിനയിക്കല്ലമ്മേ, ഞാൻ ആകെ മാറി. നീ പറഞ്ഞാൽ മതിയോടാ. കല്യാണി മോളെന്നെ വിശ്വസിച്ചു അമ്മേ. ആ കൊച്ചു വിശ്വസിക്കോടാ, കാരണം സ്നേഹത്തിന് മുമ്പിൽ അവൾ കമഴ്ന്നടിച്ച് വീഴും, പ്രത്യേകിച്ച് നിന്റെ സ്നേഹത്തിന് മുമ്പിൽ. കാരണം ചെറുപ്പം മുതൽ ഒരു ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ അവൾക്ക് നിന്റെ സ്നേഹം കിട്ടുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ, പിന്നെ ഈയിടെയായിട്ടാണ് അവൾ നിന്നെ പൂർണ്ണമായിട്ട് വെറുത്ത് തുടങ്ങിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവൾ നിന്നെ വിശ്വസിക്കാൻ കാരണം അത് തന്നെയാണെന്ന് പറയാണ്. എങ്കിലും അമ്മക്ക് എന്താ എന്നെ വിശ്വാസമില്ലാത്തത്? വിക്രംജി പരോളിൽ വരുമ്പോൾ ഞാൻ അവനായിട്ട് കൂടിയിട്ട് എൻ്റെ പെമ്മകളെ ഉപദ്രവിക്കുമെന്ന് വെച്ചിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറണത്? അതേടാ, അത് തന്നെയാ. അവൻ പരോളിൽ വന്നിട്ട് നിന്നെ കാണുമ്പോഴേക്കും നിന്റെ സ്വഭാവം മാറൂടെ പ്രകാശ, നീ വീണ്ടും പഴയ പോലെ ആകും. ഇല്ലമ്മേ, ഒരിക്കലില്ല, ഞാനിനി ഒരിക്കലും അങ്ങനെ മാറില്ല അമ്മേ എന്ന് പറയണം. മാറിയില്ലെങ്കിൽ നിനക്ക് കൊള്ളാം അമ്മേ. അവൻ പരോളിൽ വരാണെങ്കിലേ എന്നെ കൊല്ലണം അമ്മേ, എന്നെ കൊല്ലണം. അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം. ഇത്രയും താലൂരിച്ച് വളർത്തി വലുതാക്കി അവൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ചാവണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അവൻ ചാവണം. അതേ സംഭവിക്കുള്ളൂ അമ്മേ. ഒന്നില്ലെങ്കിൽ അവൻ്റെ കൈ കൊണ്ട് ഞാൻ ചാവും, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അവൻ ചാകും. എന്തായാലും എൻ്റെ പെമ്മക്കൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോവാണ്. അമ്മൂമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിക്കും ഇവൻ മാറി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണല്ലോ, ഇവൻ മാറി തന്നെയാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത് എന്ന് അമ്മൂമ്മ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം അമ്മൂമ്മ നേരെ പോകുന്നത് നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്കാണ്. അവിടെ നമ്മുടെ ദീപയുണ്ട്, കല്യാണിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, പ്രകാശനെ വഴിക്ക് കണ്ടായിരുന്നു, അവൻ ആകെ മാറി എന്നൊക്കെ എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന് പറയാണ്. ഓണത്തിനെ കല്യാണി മോളെ ഇവിടെ വിളിച്ചു എന്നൊക്കെ അവൻ സന്തോഷത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദീപ പറയുന്നുണ്ട്, അതേ അമ്മേ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അയാളെ ഇവിടെ വിളിക്കണേല്. പിന്നെ കല്യാണി മോൾക്കാണ് നിർബന്ധം, ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലെന്നേ. കാർത്തിക മോൾക്കും കാദംബരി മോൾക്കും ഒന്നും താല്പര്യമില്ല. ഈ കല്യാണി നിർബന്ധിച്ചിട്ടാണ് അവരും കൂടി അവളുടെ കൂടെ പോണത്. എന്നാലും കല്യാണി മോൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, കാരണം കല്യാണി മോൾക്ക് ഒന്നും തെറ്റാറില്ല. ആ കുട്ടിക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട് ദീപേ, നിന്റെ മോൾക്ക് നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ട്. എന്താണെന്നറിയാവോ, അവൾക്ക് നല്ലതും ചെയ്തതും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ പ്രകാശം ഒരുപാട് അടുപ്പിക്കേണ്ട, ഒരു അകൽച്ചയിൽ ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണികൾ വരുമ്പോൾ പറയുന്നുണ്ട്, എന്ത് പറയണമേ, ഇവളാണ് എല്ലാത്തിനും കാരണം, ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസമായിട്ട് മാത്രം വീട്ടിലേക്ക് വരുത്തിയാൽ മതിയെന്ന്. ഇനിയിപ്പോൾ സദ്യ കുളമ്പണ സമയത്ത് ആൾ എന്തിനും പൊടി എന്തിനിടുമെന്ന് എനിക്ക് പേടി. അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം. അതിനുശേഷം കല്യാണി
നമ്മുടെ പ്രകാശൻ അന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് കല്യാണിയെ കാണാൻ വേണ്ടി. പ്രകാശനെ നമ്മുടെ കല്യാണി ഓട്ടോ കയറ്റി വിട്ടയക്കുന്നുണ്ട് കേട്ടോ. കല്യാണി കാറിനെ വിടാന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ വേണ്ട മോള് ഓട്ടോ പോയിക്കോളെന്ന് പറയാണ്. അങ്ങനെ ഓട്ടോയിൽ കയറുന്ന സമയത്ത് കല്യാണിനെ നോക്കി പ്രകാശൻ ഒന്ന് ടാറ്റ കാണിക്കുന്നു കേട്ടോ. ശരിക്കും മനസ്സ് തകർന്ന് പോണ കാഴ്ച കേട്ടോ അത്. ഒരു അവസാന യാത്രാമൊഴി എന്ന രീതിയിൽ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ആ ഭാഗം കണ്ട. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹരുടെ മരിയ പറയുന്നുണ്ട്, എടാ ഞാനേ നമ്മുടെ വീട് നല്ല രീതിയിൽ പണിയാൻ വേണ്ടി ഏൽപ്പിക്കാൻ പോവാണ്. അപ്പം നീ ആ പ്ലോട്ട് വരെ വരണം. നീ ആ പ്ലോട്ട് കണ്ടിട്ടില്ലല്ലോ, 12 സെന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആണോ? എങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാം. ശരി എന്ന് പറയണം. അങ്ങനെ മരിയയുടെ കൂടെ എന്താണ് മനോഹറും പ്ലോട്ട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം തന്നെയാണ് നമ്മുടെ കിരണും കല്യാണിയും കൂടി അങ്ങോട്ടേക്ക് വരണം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് ആദ്യം അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു അപ്പോൾ കിരണിനെ വിളിക്കുക മരിയ. അതെ കിരൺ, ഞാൻ എന്തായാലും നിങ്ങളുടെ ഓഫീസിൽ വരുന്നില്ല, ഞാൻ ആ പ്ലോട്ടുള്ള ലൊക്കേഷൻ പറയാം, അവിടേക്ക് വാ, ഞാൻ എൻ്റെ വുഡ്ബിനെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. ശരി മാഡം എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ മരിയ അയച്ചു കൊടുക്കാനിട്ട് നമ്മുടെ കിരണും കല്യാണി നേരെ പോണ പ്ലോട്ടിൻ്റെ സ്ഥലത്തേക്കാണ്. അപ്പം മനോഹറിനെ അറിയില്ല ഇവരാണ് ആളെന്ന്. അങ്ങനെ മരിയ മനോഹറിനെ കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകട്ടെ. അങ്ങനെ മനോഹറിൻ്റെ കള്ളത്തരം നാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ മരിയ ഇങ്ങനെ പരിചയപ്പെടുത്താണ് കിരണിനെയും കല്യാണിക്കും. അതെ ഇതാണ് എൻ്റെ വുഡ്ബി കേട്ടോ, ഞങ്ങൾ മറ്റന്നാൾ അമേരിക്കയിൽ പോകാൻ പോകുവാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ കിരൺ ചോദിക്കേണ്ടല്ല, മേഡത്തിൻ്റെ വിവാഹം ഈയിടെ കഴിഞ്ഞതാണോ? അതെ 2 ദിവസമായിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ തന്നെ കല്യാണി മനസ്സിലായി, ഓഹോ അപ്പോൾ അവൻ അതായത് പ്രകാശിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ മനോഹറിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മനോഹർ അപ്പോൾ വേറൊരു പെണ്ണും കൂടി ജീവിതം തൊലച്ചല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കല്യാണി ചോദിക്കേണ്ടല്ല, നിങ്ങളപ്പോൾ മാരേജ് ഒക്കെ രജിസ്റ്റർ ചെയ്തോ ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അമേരിക്കയിൽ പോയിട്ട് നിന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്കാണ്, അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നിൽക്കണമെന്ന് പറയുമ്പോൾ കല്യാണിക്ക് മനസ്സിലായി ആ സമയം കൊണ്ട് മനോഹറിനെ സരിയുവിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ മനസ്സിലായി കേട്ടോ. അങ്ങനെ കല്യാണിയും കിരണും മനസ്സിലാക്കാണ് മരിയ നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ, സത്യങ്ങളൊക്കെ അവളോട് പറയണമെന്ന് വിചാരിക്കേണ്ട മനോഹറിന് മനസ്സിലായി. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തീർന്നു, തൻ്റെ അമേരിക്കയിൽ പോക്ക് തീർന്നു എന്ന് മനസ്സിലാക്കിയ മനോഹർ, മോളു എനിക്ക് പെട്ടെന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് പോകുക. നമ്മുടെ മനോഹർ അവിടെ നിന്ന് മൂവാണ് മരിയനെയും കൂട്ടി. മരിയ വാന്ന് പറയുമ്പോൾ മരിയ പറയണ്ട. അപ്പോൾ കിരണ കല്യാണി അപ്പോൾ ഇതാണ് കേട്ടോ ബിൽഡിംഗ് ചെയ്യേണ്ട സ്ഥലം, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസിൻ്റെ ഫോം വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മരിയയും അവിടെ നിന്ന് പോകുകയാണ്. കാറിലിരിക്കുന്ന സമയത്ത് മരിയടുത്ത് മനോഹർ പറയുന്നുണ്ട്, മരിയെ എന്തിനാണ് ഇവരെ സമീപിച്ചത്, ഇവരാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയാണ് മരിയ. അയ്യേ ഇവരോ, കല്യാണം എന്ന് പറയണല്ലോ, അവൾ ലോക വൃത്തികെട്ടവളാണ്. ആ കിരണോ എത്ര പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവൻ വൃത്തികെട്ടവനാണ്, നിന്നെയും അവൻ്റെ ഒരു നോട്ടം ഇട്ടിട്ടുണ്ട്, അവൻ്റെ നോട്ടം കണ്ടില്ലേ? എനിക്കങ്ങനെ തോന്നിയില്ല മനോഹർ എന്ന് പറയുമ്പോൾ, നീ എന്തായാലും അവരുടെ ഒരു വേണ്ട, അയ്യോ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, പിന്നെ എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല, പിന്നെന്തിനാണെന്ന് പറയുമ്പോൾ നിനക്ക് ഞാനാണോ അത് അവരുടെ വാക്കാണോ വലുത്? അത് പിന്നെ നീ തന്നെ എനിക്ക് വലുത്, എങ്കിലേ അവർക്ക് കൊടുക്കണ്ട അതെന്ന് പറയണം. പക്ഷെ അതിന് മുമ്പ് തന്നെ കിരണും കല്യാണിയും കൂട്ടൊക്കെ മരിയടുത്ത് സത്യങ്ങൾക്ക് പറയുകയും ചെയ്യും. എന്തായാലും മനോഹറിൻ്റെ അമേരിക്ക പോക്ക് തീർന്നു. അല്ലെങ്കിൽ മനോഹർ അമേരിക്കയിൽ പോകാൻ പോകണില്ല, സരിയാവിരിമ്പലൊക്കെ കൊണ്ടിട്ട് മനോഹറെ തലതല്ലി പൊട്ടിക്കാൻ പോവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനോഹറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അങ്ങനെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ വിക്രം വരുമ്പോഴേക്കും വിക്രത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി പോകുവാണ്, മനോഹറിനാണെങ്കിൽ സരിയും ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു, ഗംഗപ്രസാദ് ആണെങ്കിൽ കാർത്തികേയന. അങ്ങനെ ദുഷ്ടന്മാർക്കൊക്കെ പണി കിട്ടുന്ന പ്രൊമോ തന്നെയാണ് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കാണാൻ പോകണം കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.